ഓപ്പോ ഇട്ടതാണ് ഗൈസ്. ഓപ്പോ എങ്ങനെയാണ് ഇതെങ്ങനെ എന്തായാലും സംഭവിച്ചു നമുക്ക് അറിയത്തില്ല. ഇവന്റെ വേറെ അയ്യോ ഇവന്റെ നമ്പർ ബ്ലർ ചെയ്യണേ. ഓ ഷിറ്റ് എന്നാ പിന്നെ ഓക്കെ കണ്ടന്റ് ക്യാൻസൽ. അറിഞ്ഞൂടാ അറിയാവുന്നതാണ് ഞാൻ ചെയ്തത്. ഞാൻ പറഞ്ഞു നിങ്ങൾ വിശ്വസിച്ചാൽ ന്യൂസെൻസ് സ്കോളർ. ഓക്കെ ഗൈസ് ഇങ്ങനെയാണ് വരുന്നത്. നമ്പർ മറിച്ചിട്ട് പറയാൻ ന്യൂസെൻസ് സ്കോളർ എന്നാണ് കാർത്തിക് സൂര്യയുടെ നമ്പർ വന്നത് ഗൈസ്. ഓപ്പോക്കാരായിട്ട് എന്തോ അടിയാണെന്നോ. ഞാൻ സേവ് ചെയ്തിട്ടൊന്നുമല്ല, ഇത് തന്നെ വന്നത്. ബിക്കോസ് ഇവന്റെ ഓൾറെഡി ഇവന്റെ ഒരു പേഴ്സണൽ നമ്പർ എന്റെ ഉണ്ട്. അതിൽ ഞാൻ ഇവന്റെ പേര് ഇട്ടിരിക്കുന്നത്. പക്ഷെ ഇവ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴെടുത്ത നമ്പറാ. ആ നമ്പർ ഞാൻ സേവ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. അപ്പൊ ഈ ഓപ്പോ തന്നെ സേവ് ചെയ്തതാണ് ഈ പേര്. ഗൈസ് ഉടനെ കാർത്തി വരുന്നതായിരിക്കും. കാല് വയ്യാത്ത ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് വാടാ. അവൻ പറഞ്ഞോണ്ട് 28-ാം തീയതി തൊട്ട് നമുക്ക് കാണാം. അവിടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് കാണാം. നമുക്ക് ലഞ്ച് അടിക്കാൻ പോകട്ടെ. ഓക്കെ ഗൈസ്, ഇന്ന് നമ്മുടെ സിസ്റ്ററിന്റെ ബർത്ത്ഡേ ആണ്. കുറച്ച് ചെറിയ ചെറിയ പരിപാടികളുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഇറങ്ങിയാണ്. ആദ്യം 2 ഷർട്ട് എടുക്കണം. നാളെ കല്യാണം ഉണ്ട് ഗൈസ്. അപ്പം അതിന് പോകാൻ വേണ്ടി ഒരു ഷർട്ട് എടുക്കാന്നുള്ള പ്ലാനിൽ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം കസിൻസ് ഒക്കെ ചിലപ്പം കഫിക്കാനേ വരുമെന്ന് പറഞ്ഞു എവിടെ കാണാനായിട്ട് ബർത്ത്ഡേ പരിപാടിയായിട്ട്. അവിടെയും പോകണം. അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ പരിപാടികൾ ഗൈസ്. ലെറ്റ്സ് സീ. ആദ്യം നമ്മൾ ഫോറം മോളിൽ പോവുകയാണ്. എന്തെങ്കിലും നല്ല ഷർട്ട് ഉണ്ടോ എന്ന് നോക്കട്ടെ. അങ്ങനെ ഗൈസ് നമ്മൾ ഫോറം മോളിലെത്തിയിരിക്കുകയാണ്. ഡ്രസ് ഷോപ്പിംഗ്. എൻ്റെ ഒരു ഇപ്പോഴത്തെ തടി വെച്ചിട്ട് വളരെ ശോകമാണ്. കുറച്ച് കിട്ടാൻ പാടാണ് ഗൈസ് ഡ്രസ്സ്. എനിക്ക് ഇഷ്ടപ്പെടുന്ന വളരെ കുറവാണ്. സോ ലെറ്റ്സ് സീ. നല്ല ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈറ്റ് ഒരുമാതിരി പ്രയാസത്തിനെ പോലെ എങ്ങനെയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നല്ല നല്ല ഷർട്ട് ഉണ്ടെങ്കിൽ നോക്കി കണ്ടുപിടിച്ച് ട്രൈ ചെയ്തിട്ട് വരാം. ഓക്കെ. അയ്യോ പോന്ന് വീണാനാ. പുതിയ ഹാപ്പിനെസ് അങ്ങനെ ഗൈസ് നമ്മൾ ഇമാജിനിൽ വന്നിരിക്കുകയാണ്. ബിനിയുടെ പുതിയ iPhone 17 പ്രോയ്ക്ക് ഒരു കേസും മറ്റേ എന്താ എൻ്റെ ഫ്രണ്ട് മറ്റേ ടെമ്പർഡ് ഗ്ലാസ് ഒട്ടിക്കാനായിട്ട്. സോ നല്ലൊരെണ്ണം കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല. ഇവിടെ കളക്ഷൻ കുറവാണ് 17 പ്രോയ്ക്ക്. അപ്പോൾ ഇവിടെ നിന്ന് കേസും വാങ്ങിച്ചിട്ട് എനിക്ക് ഏതെങ്കിലും നല്ല ഷർട്ട് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പോയി ഒന്ന് എല്ലായിടത്തും ഒന്ന് ചെക്കൗട്ട് ചെയ്യട്ടെ. അപ്പോൾ എന്തായാലും വരാൻ ഗൈസ്. ഇന്നിപ്പോൾ കഫിക്കാനായിട്ട് പോയിട്ട് കസിൻസിനെയൊക്കെ ഒന്ന് കാണണം. അവരൊക്കെ നേരെ തൃശ്ശൂരിൽ പോകും നാളെ കല്യാണത്തിന് വേണ്ടി. നമ്മൾ നാളെ രാവിലെ തിരികത്തുള്ളൂ കൊച്ചിയിൽ നിന്ന്. അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. ഇന്നും നാളെ നല്ല ബിസിയാണ്. ആദ്യം ഷോപ്പിംഗ് ചെയ്തിട്ട് വരാം ഗൈസ്. നമ്മുടെ ഇന്നലെ കണ്ട നമ്മുടെ മച്ചാൻ്റെ മോനുന്നുണ്ട്. അപ്പോൾ അവനൊരു ഗിഫ്റ്റ് വാങ്ങിക്കുകയാണ് ഗൈസ്. ബാംഫോർഡുമായിട്ട് കൊളാബായിട്ടുള്ള G-Shockൻ്റെ വാച്ച്. അവന് ഇഷ്ടപ്പെടുമായിരിക്കും. ലിമിറ്റഡ് എഡിഷനാണ് ഗൈസ്. അവൻ ഇപ്പോൾ വരും നമ്മളെ കാണാൻ കഫിക്കാനില്ല. അപ്പം അവന് ഗിഫ്റ്റ് കൊടുക്കാനുള്ള പ്ലാൻ ഗൈസ്. ഞാൻ ഈ ഡെനിം എടുത്ത് നാളെ വെഡ്ഡിങ്ങിന് ഇടാനായിട്ട് കുറച്ച് നാളായി ഡെനിം എടുത്തിട്ട്. സോ തോട്ട് ഒരു നല്ല ഡെനിം കണ്ടപ്പോൾ ഞാൻ എടുത്തത്. ഇപ്പോൾ കല്യാണത്തിന് വിടാം. അല്ലാതെ തന്നെ ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. കുഴപ്പമില്ല. എന്താ പറയുമല്ലോ, മൾട്ടിപർപ്പസ്. എന്നാൽ ശ്വാസം എന്തായാലും വേറെ ഷർട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അവനും നാളത്തെ കല്യാണത്തിനൊരു എന്തെങ്കിലുമൊക്കെ എന്താ പറയുമല്ലോ ഒത്തിരി മിനിമലിസ്റ്റിക് ആയിട്ടുള്ള സംഭവം തപ്പുന്നുണ്ട്. അപ്പോൾ നമ്മൾ എൻ്റെ ഷർട്ട് എന്തായാലും കിട്ടി. പറ്റുന്ന ജീൻസും കൂടെ നോക്കണം. അതുമായിട്ട് ചേരുന്ന ഏതെങ്കിലും ആണ്. അങ്ങനെ നമ്മൾ 2 കസിൻ സിസ്റ്റേഴ്സിന് 2 ബാഗും വാങ്ങിച്ചിട്ടുണ്ട്. ഷാസു ഒരു ഷർട്ട് എടുത്തു, ഞാനും ഒരു ഷർട്ട് എടുത്തു. നമ്മളിനി ഇവിടെ നിന്ന് നേരെ കഫിക്കാനയിലോട്ടാണ് പോകുന്നത്. ബിനിയും ജുജുവും നേരെ അങ്ങോട്ട് വരും. ഡുഡുവിനൊട്ടും വയ്യ ഗൈസ്. അതുകൊണ്ട് ഇപ്പോൾ കേക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേക്കിനി നമ്മൾ എങ്ങോട്ട് വരുത്തണമെന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ വെച്ച് തന്നെ കട്ട് ചെയ്യുന്നതായിരിക്കും മിക്കവാറും നല്ലത്. അപ്പോൾ എനിവേസ് നമ്മൾ കഫിക്കാനെത്തിയിട്ട് കാണാം ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ കിങ്ഡം. അതെ ഇത് നമ്മുടെ തറവാടാണ്. എൻ്റെ തറവാടാണ്. അതാ വന്ന് അവിടെ എത്ര അല്ല നിങ്ങളൊരു കൊച്ചു പടയുണ്ടല്ലോ. ഇതൊക്കെ പരിചയം പുതുക്കുന്നതാണ്. ഇത് നമ്മുടെ മൂത്ത അണ്ണനും മൂത്ത താത്തായും കുറച്ച് നാളായി. ഇവരൊക്കെ ഞാൻ പറഞ്ഞ കേസ് ആഫ്റ്റർ സോ ലോങ് കാണുന്നതിൻ്റെ ഒരു ഇതാണ് കേസ്. അപ്പം സ്ലോലി എല്ലാവരോടും നമ്മൾ പഴയ ഒരു ബോണ്ട് തിരിച്ച് റീഗെയിൻ ചെയ്യുന്നതാണ് കേസ്. ഇതൊക്കെ അവരുടെയൊക്കെ പിള്ളേരാണ്. UK-ലും ദുബായിലും ഒക്കെയാണ്. സോ ആഫ്റ്റർ സോ ലോങ് കാണുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് ഗൈസ്. എല്ലാവരും ബന്ധങ്ങൾ പുതുക്കുകയാണ് ഇവിടെ. പിള്ളേരൊക്കെ വലുതായി. പിള്ളേർക്കൊക്കെ നമ്മളെ അറിഞ്ഞുകൂടാ. അതെ ഇവർക്കൊക്കെ നമ്മളെ അറിയാം. പക്ഷെ പിള്ളേർക്ക് നമ്മൾ കണ്ട പരിചയം പോലും ഇല്ല ഗൈസ്. അപ്പം നമ്മളിതിങ്ങനെ പരിചയം പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, ദിസ് ഈസ് എ ബന്ധം പുതുക്കൽ വ്ളോഗ്. ദാറ്റ് ഈസ് കൈൻഡ് ഓഫ് വെറൈറ്റി.
ആഫ്റ്റർ മെനി ഇയേഴ്സ് ഇവരൊക്കെ ഖത്തറിൽ കണ്ട് ലാസ്റ്റ് പിന്നെയും അതിനുശേഷം ഞാൻ വിളിയത് നമ്മള് ഭയങ്കരമായിട്ട് ഒരുപാട് സമയമായി ഇവനെ പിന്നെ ഇടയ്ക്ക് കഫിക്കാനെ ഞാൻ കണ്ടതുകൊണ്ട് ഇവനെ പക്ഷേ ഞാന് സനുവിനെ കാണുന്നത് ഓ കുറെ വർഷമായി ആഫ്റ്റർ സോ ലോങ് കുറെ വർഷമായി കുറച്ചായി ഇപ്പൊ പറഞ്ഞോടി പറഞ്ഞേ വിളിച്ചില്ലെങ്കിൽ വരും ഉറപ്പിച്ച് ഫുഡ് ഓർഡർ ചെയ്യട്ടെ വീഡിയോ എടുത്തോ വേറെ എന്താ പറയാനുള്ളത് കോഴി എന്നാണ് പറഞ്ഞത് ഓ Ryan, how did you say Asmi was born and brought up here? ഇപ്പൊ പറയൂ വെയിറ്റ് പറയൂ ആദ്യം പറഞ്ഞ പറഞ്ഞത് അസ്മീൻ എവിടെയാണ് പ്രേമിച്ചത് നോ 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 ഇന്നൂടെയാണ് വെളിയിൽ വന്നത് ഇംഗ്ലീഷ് സംസാരിക്കാൻ തിരിച്ച് നമ്മളിവിടെ വന്നിട്ട് എനിക്ക് എയർപോർട്ടിന്റെ അടുത്ത് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 2 ഹോട്ടൽ ലെമണി പാറ ഓട്ട് മുസ്ലിസ് മാരിയറ്റിന്റെ നല്ലതാ ഗിഫ്റ്റ് ഇവന്റെ ഗിഫ്റ്റ് ഇത് മാസാമാസം ഇതിനു വേണ്ടി കയറി വരൂട്ടാ നോക്കിയിട്ട് വേറെ കൊടുക്കാം ഈ സിക്കയുടെ ബാഗ് കൊടുത്ത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാ മാസം നമുക്ക് നാട്ടിൽ ഹാപ്പിയായ ഓ രഞ്ജിത രാവിലെ കഴിച്ചതിന്റെ ഹാങ് ഓവർ ആണെന്നോ അങ്ങനെ ഗൈസ് അപ്പം നമ്മൾ പറയാം എന്തോ ഹോട്ടലിൻ്റെ കാര്യം പറയാൻ അങ്ങനെ ഗൈസ് വീണ്ടും ബാക്ക് ടു ഫുഡ് ബ്ലോഗിങ് ഇതിനിടയിൽ നമ്മൾ ഹോട്ടൽ ബുക്കിംഗ് ഒക്കെ വരുന്നുണ്ട് അതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് കളഞ്ഞോളാം ഇതാണ് ഞാൻ പറഞ്ഞത് ടാർട്ട് അങ്ങനെ ഉണ്ട് ദോശ ഞാൻ പറഞ്ഞല്ലേ ഇതൊക്കെ നമ്മളെ ലൈറ്റ് ബൈറ്റ്സ് ആണ് ഡിഫറെൻ്റ് അല്ലേ സാധാരണ മറ്റേ അകത്തുള്ളി മാത്രം വെച്ച പോലെ അല്ല ഇത് അവർ തന്നെ ഗ്രൈൻഡ് ചെയ്ത് എന്തൊക്കെയോ സാധനങ്ങളാണ് കുക്കും ഷെഫ് അവിടെ പിന്നെ കുറച്ച് കുക്കിംഗ് അറിയാന്നുള്ളവർ പറയൂ ഹൗ ഇസ് ഇറ്റ് അവിടെ എല്ലാവർക്കും കൊടുക്കണമല്ലാതെ കഴിക്കുന്നില്ലല്ലോ അത് ആ ഒരെണ്ണേ ഉള്ളൂ ഞാൻ എല്ലാവർക്കും കൊടുക്കാന്ന് വിചാരിച്ചാ വീണ്ടും റിപ്പീറ്റ് ഓർഡർ പറ്റും നല്ല ആ ഒരു സാൽസായിട്ട് നല്ല ടേസ്റ്റാ അങ്ങനെ ഗൈസ് നമ്മുടെ ഇന്റർനാഷണൽ ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു കഫിക്കാൻ ഉള്ളിയോടെ ഉള്ളിയോടെ കിട്ടുന്ന വേറെ കടകളുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം എനിക്കും ഇഷ്ടമാണ് ഉള്ളിയോട പക്ഷെ ഓ പപ്സ് കിട്ടില്ല ഇവിടെ ഒരു കടയുണ്ട് പനമ്പള്ളിയിൽ തൊട്ടടുത്താ അല്ലല്ല വേറൊരു കടയുണ്ട് പുതിയൊരു എഗ് പഫ് സ്പോട്ട് നമ്മൾ കണ്ടുപിടിച്ചാണ് ഗൈസ് നിങ്ങൾക്ക് എഗ് പഫ്സ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോകാം ഇല്ല നിങ്ങൾ ഞാൻ വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്തോ ഇല്ല നിങ്ങൾ കഴിക്കേ ഇല്ല ഇതൊക്കെ ഞാൻ എപ്പോഴും കഴിക്കുന്നതാ നിങ്ങൾ കഴിച്ചോ ഇത് ഒരെണ്ണേ ഉള്ളൂ എന്റെ ദൈവം ഗൈസ് കട്ട ഫുഡീസാണ് നമ്മളെ ഫാമിലി മൊത്തം അങ്ങനെ വല്യമ്മ വന്നിരിക്കുകയാണ് വീണ്ടും വല്യമ്മ എന്തോ പോയി ബിരിയാണി കഴിച്ചിട്ട് വന്നു അല്ലേ നാടൻ ചോറും മീൻകറിയും നല്ല ഫുഡ് കഴിച്ചിട്ട് വന്നു വല്യമ്മ ഇല്ല ഓക്കെ മനസ്സിലായി അത് നല്ലതാ നാടൻ ഫുഡ് കഴിച്ചിട്ട് വന്നു കേട്ടാ അത് നല്ല തിരക്കാണ് ഇവിടെ നാടൻ ഫുഡ് കഴിക്കാൻ അല്ല ഇത് ഇലയിലെ ഊണ് അങ്ങനെ എന്തോ സംഭവം അത് വേറെ പുതിയ എന്തോ സംഭവം തോന്നുന്നു വല്യന്മാരെ ഫുഡിന് അത്ര പോരെന്ന് ഇതൊക്കെ നമ്മൾ അത്ര കണ്ടിരിക്കുന്നു ഇവിടെ പ്ലേറ്റിൽ ഊണത്തിലെ നാട്ടി നല്ലോണം തിന്നുന്നുണ്ടോ രസമുണ്ടോ ആണോ ഈ പുള്ളി UK-ലൊക്കെ പഠിച്ചത് മറ്റേ മാമായും മമ്മിയും അവിടെ വേണ്ട പേര് വിളിക്കുക പുള്ളിയൊക്കെ UK ആണ് ഗൈസ് റയൻ നെയിം ഇസ് റയൻ അതാണ് സംഭവം അതാ ഓ അതും റയൻ ഓ ഇത് ജൂനിയർ റയൻ ഇത് സീനിയർ റയൻ ഓ നമ്മളെ എന്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് ഏമി വെച്ച് അവിടെ വെള്ളക്കാരെ കല്യാണം നടക്കുന്നത് ടാക്ടിക്കലായിട്ട് ആളെ കുറയ്ക്കാനുള്ള പരിപാടിയാണ് നടക്കാൻ
ഉള്ള ഊണൊക്കെ കഴിച്ചിട്ട് വന്നേക്കുന്ന കഫേല് ഒരു പഴം കൂടി താങ്ങൂലേ. ഫുള്ള് ഫുഡി എന്ന് പറഞ്ഞാൽ ഇതാണ് കേസ്, പ്രോപ്പർ ഫുഡി. എല്ലാ നാടൻ സ്ഥലങ്ങളും അറിയാവുന്ന ഒരാളാണ്. UK-ലാണെന്നൊന്നും വേണ്ട കാര്യമില്ല, നാട്ടിലുള്ള എല്ലാ സ്ഥലങ്ങളും അറിയാൻ പുള്ളി. ഗൈസ്, നമ്മുടെ പുൾഡ് ബീഫ് സാൻഡ്വിച്ച് ഇത് ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വന്നു കേട്ടോ. ലാസ്റ്റ് ഉണ്ടായിരുന്ന എല്ലാം കൂടെ പറക്കി നിനക്ക് തന്നു. പുൾഡ് ബീഫ് സാൻഡ്വിച്ച് നമ്മളത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കട്ട് ചെയ്യാറുണ്ട്. ഒരുപാട് കട്ട് ചെയ്ത ദിവസം ബ്ലോഗ് ഇല്ലെന്ന്. ബ്ലോഗ് തുടങ്ങിയിടയ്ക്ക് എൻ്റെ എന്തെങ്കിലും ചെയ്തിട്ടൊക്കെ കഴിഞ്ഞ ഗൈസ്. ആരും കോൺഷ്യസ് അല്ല. ഇല്ല ഗൈസ്, ഞാൻ കോൺഷ്യസ് ആണ്. എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ കോൺഷ്യസ് ആവും. അപ്പൊ എനിക്ക് അറിയാം എന്തൊക്കെ കട്ട് ചെയ്യണമെന്നുള്ളത്. ഇത് ഇവിടുത്തെ ഒരു സ്റ്റാർ ഡിഷാണ്. അത്യാവശ്യം എല്ലാവരും ഓർഡർ ചെയ്യുന്നതന്നെ. സോസ് നൈസ്. ഒരു ഡൈനാമൈറ്റ് സോസും മിക്സും കൂടി ഒരു മിക്സ് ആണ്. ഫുഡ് ഈസ് അപ്രൂവ്ഡ്. അടുത്ത സാധനം വേണ്ട ഗൈസ്. ഞാൻ കഴിച്ചിട്ടുള്ളത് ഇതൊക്കെ ഞാൻ കഴിച്ച് മടുത്ത കഴിക്കല്ലോ. ഇല്ല, വിശപ്പ് മാറി. ഓക്കെ ഗൈസ്, കഴിച്ചോടെ. നല്ല സോസ്. Happy birthday to you. Happy birthday, dear Bini. Happy birthday to you. You again? You again? Ati. Ready? Tea. കോംപ്ലാൻ മതിയായിരുന്നു. കോംപ്ലാൻ ലൈഫോയുടെ സോപ്പ്. വൈഫൈയുടെ പാസ്വേഡ് എല്ലാവരും മുറിച്ച് തിന്നു. ഏതാണ് ഫ്ലേവർ? റെഡ് വെൽവെറ്റ് ആണ് ആളുടെ ഫേവറേറ്റ്. അങ്ങനെയൊന്നുമില്ല, കിട്ടിയത് വെച്ചപ്പോ ഓർഡർ ചെയ്ത ഇനി ഞാൻ ഫ്ലേവറും കൂടെ നോക്കാം. അത് വേറൊരു കമ്പനിയിലോട്ട് ഓർഡർ വരുത്തിയിട്ട് അപ്പൊ റെഡ് വെൽവെറ്റ് തന്നെ. അത് തോണ്ടിയോ മനസ്സിലായി റെഡ് വെൽവെറ്റ് ആണ്. പ്രോട്ടോകോൾ അനുസരിച്ച് ആദ്യം ഓപ്പോസിറ്റ് കൊടുത്തു. ലൈക് വേറെ കഫേയിലൊന്നും ഫോണില് ഹെവി ഇത് കഴിയുമ്പോ ഡയബറ്റീസ് ബെസ്റ്റ്. അത് മാത്രമില്ല, അന്തപ്പത് മീശയൊക്കെ വെളുത്തു. അങ്ങനെ എല്ലാരും പോവുകയാണ്. എല്ലാവർക്കും നാളെ കാണാം. നാളെ അങ്ങ് റിസോർട്ട് വെച്ച് കാണാം. Yeah, this is my flash vlog. Yeah. Subscribe. Yeah, man. Thank you guys. Appo see you guys tomorrow. See you. Bye. ബാക്കി ഇനി കണ്ടിന്യൂയിങ് guys. Next. What is this? Oh my god. പൂച്ചകൾ. ഇതാണ് കേസ്. നീ എന്റെ ഫോൺ എടുത്തോണ്ട് ഫോട്ടോ എടുക്കാം. ഇതാണ് ബിനിയുടെ കുടുംബം. Call me fab. ഇതാണ് കേസ് ബിനിയുടെ കേക്ക്, പൂച്ച കേക്ക്. വീട്ടിലൊരു 10 പൂച്ച ഉള്ളതുകൊണ്ട് കംപ്ലീറ്റ് പൂച്ച. കോൾ മീ ഫാബ്. ഇഷ്ടപ്പെട്ടാ? കൊള്ളാല്ലേ? ആണോ, നമുക്ക് തിന്നാം. ബിനിയുടെ ബർത്ത്ഡേ കേക്ക് എങ്ങനെയുണ്ട് ബിനി? സൂപ്പർ അല്ലേ? ജീവിതത്തില് ഇങ്ങനെ ഒരു കേക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഒന്നും പറയാ, ഭയങ്കര ക്വാളിറ്റി ആയിട്ട് കണ്ടിട്ടില്ല. പൂച്ച. ഹാപ്പി ബർത്ത്ഡേ. അങ്ങനെ രണ്ട് വാഞ്ചാണോ?
അങ്ങനെ ഗൈസ് ബർത്ത്ഡേ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം നേരെ അടുത്ത കല്യാണ പരിപാടിയാണ്. അപ്പോൾ സംഗീതം കല്യാണവും കൂടെ ഞാൻ ഒരുമിച്ചാക്കി ഒരു വ്ളോഗിലിടുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ആ പരിപാടിയുടെ വ്ളോഗ്സ് ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ അത് ഒത്തിരി പേഴ്സണൽ വ്ളോഗാണ്. സോ യു ഗൈസ് ക്യാൻ സ്കിപ്പ് ഇഫ് യു വൺ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ എനിക്കതൊരു മെമ്മറി മേക്കിംഗ് വ്ളോഗാണ്. അത് അങ്ങനെ തന്നെ യൂട്യൂബിൽ കിടക്കാൻ വേണ്ടി ഞാൻ ഇടുന്നതാണ്. സോ ഇറ്റ് വാസ് കൈൻഡ് ഓഫ് ഫൺ. എല്ലാവരുമായിട്ടുള്ള അടിച്ചുപൊളിയും പരിപാടികളും കസിൻസൊക്കെ ആയിട്ട്. എനിവേസ് ഗൈസ് അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ഇന്നത്തേക്കുള്ള ഇത്രയേ ഉള്ളൂ. സീ യു ഗൈസ്, ബൈ.